ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കൂട്ടുകാർക്ക് പുതിയതായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മുൻപേ ഉള്ളവർക്കും എല്ലാവർക്കും കൂടിയിട്ട് ഞാൻ അതിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചത്. നമ്മൾ ചെറിയൊരു ചാനലല്ലേ, അപ്പോൾ കുറച്ച് പേര് കുറച്ച് കാര്യങ്ങൾ കമൻസിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു Q&A സെക്ഷൻ ചെയ്യാൻ മാത്രമുള്ള ഒരു ഇതൊന്നും ഇല്ല. അപ്പോൾ ചെറിയൊരു ചാനലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു നമ്മളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എൻ്റെ പേര് അഞ്ജു എന്നാണ്. വീട് വന്നിട്ട് കുറേ പേര് ചോദിച്ചു എവിടെയാണ് വീട്. വീട് പാലക്കാടാണ്. പാലക്കാട് ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അതായത് ആലത്തൂർ വടക്കഞ്ചേരി. പാലക്കാട് ഉള്ളവർക്ക് അറിയായിരിക്കും ആലത്തൂർ വടക്കഞ്ചേരി. അങ്ങനെ ഉള്ളിലേക്കൊന്ന് പോകണം. അങ്ങനെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കേട്ടോ വീട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരിക്കുന്നത് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്നാണ്. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിലെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് സമയത്ത് 8 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു വർഷം ഞാനൊന്ന് പോയായിരുന്നു. വീടിനടുത്ത് ഒരു സ്ഥാപനം വന്നപ്പോൾ അവിടെ നിന്ന് പോയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച്, അതായത് ഒരാഴ്ചയിൽ 2-3 ക്ലാസ്സൊക്കെയാണ് ഞാൻ പോയത്. ഒരു വർഷമാണ് പോകാനായിട്ട് സാധിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ വന്നിട്ട് ചെറിയൊരു ബേസിക്, അതായത് ഒരു അടിത്തറ, ഡാൻസിൻ്റെ ഒരു അടിത്തറ എന്ന് പറയാനായിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് എനിക്കൊന്ന് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ഡാൻസേഴ്സ് നന്നായി പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ പഠിച്ച ഒരാൾ എന്ന് ചോദിച്ചാലോ പോയി എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അതൊന്നും പറയാത്തില്ല എന്ന് പറയാനുള്ള കാര്യം അതുകൊണ്ടാട്ടോ. അപ്പോൾ നന്നായി പഠിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നല്ലൊരു ഇതിലല്ല അവരൊക്കെ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞത്. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതലേ ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഡാൻസ് നന്നായിട്ടുണ്ട്, നന്നായി കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്നും. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒരു 3 വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. സ്റ്റാർട്ടിങ് സമയത്ത് തുടങ്ങിയ സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടായി. പിന്നെയും പോയി. ഞാൻ അപ്പോഴൊന്നും ഡാൻസ് ആയിരുന്നില്ല, ഒരു കോമഡി കണ്ടന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ പാഷൻ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഡാൻസാണ്. അപ്പോൾ തുടക്കം വലിയ കാര്യത്തിലൊന്നും എനിക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും ഇഷ്ടമായതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ നീ കളിച്ചോ, നീ ചെയ്യുന്നല്ലേ, നാളെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കണോണ്ട് ഞാൻ പിന്നെ തുടർന്ന് അങ്ങനെ പോയതാണ്. ഇപ്പോഴാണ് എനിക്ക് ചെറിയൊരു എന്താ പറയുക, ചെറിയ രീതിയിലായാലും ഇതെനിക്ക് ചെറിയ രീതിയിൽ പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊരു അവാർഡ് കിട്ടിയ പോലെയാണ്. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് അവരോട് പ്രത്യേകിച്ച് താങ്ക്സ് പറയാണ്. അപ്പോൾ മുന്നോട്ട് അതുപോലെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ വേണം. ഞാൻ പറഞ്ഞ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ എനിക്കത് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് ആയാലും കോസ്റ്റ്യൂം ആയാലും കുട്ടികൾ ചെറിയ ഉണ്ണിമാരൊക്കെ ആയാലും പറയുന്നുണ്ടാവും തോന്നുന്നു, ചേച്ചി ചേഞ്ച് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാലും കോസ്റ്റ്യൂം മാറ്റി കണ്ടുകൊണ്ട് മടുക്കണു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടാ നമുക്കുള്ള കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പുറത്തൊന്നും പോയിട്ട് നല്ല നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യാനോ എടുത്തു തരാനോ ഒന്നും ആരുമില്ല. അപ്പോൾ അതുപോലെ തന്നെ കോസ്റ്റ്യൂമിൻ്റെ കാര്യമായാലും ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കളിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും രീതിയിൽ നന്നായിട്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് കൊടുക്കുന്നതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ മക്കൾ, എനിക്ക് 2 പെൺകുട്ടികളാട്ടോ. ഇപ്പോൾ ഇൻസ്റ്റയിൽ ചെക്കൻകുട്ടിയെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കമൻസൊക്കെ ഇടുന്നത്. 2 പേരും പെൺകുട്ടികളാട്ടോ. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് കിട്ടുന്ന സപ്പോർട്ടിലായാലും കമൻസൊക്കെ വായിക്കും. സത്യം മനസ്സിൽ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ മാക്സിമം എല്ലാം റിപ്ലൈ തരാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാനിതൊക്കെ കൊതിച്ചിരുന്ന ഒരാളാണ്. ഇത്രയും കമൻസ് അതുപോലെ ഇത്രയും ലൈക്കൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ, ബൈ.